കോഴിക്കോട് ചൂലൂരിൽ യുവതിക്ക് തലയ്ക്ക് വെട്ടേറ്റു. വെള്ളിവാടകുന്ന് സ്വദേശി കിരൺമയിക്കാണ് വെട്ടേറ്റത്. ചൂലൂർ സ്വദേശി ഷിജുവാണ് വെട്ടിയത്. കിരൺമയിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് ആക്രമണമുണ്ടായതെന്ന് പോലീസ് പറയുന്നു. ഷിത ജഗത്തുണ്ട് വിവരങ്ങളുമായി. ഷിത, എന്താണ് സംഭവിച്ചത്? ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ ആക്രമണം നടക്കുന്നത്. ചൂലൂർ സ്വദേശി ഷിജു ആണ് വെട്ടിയത് എന്നുള്ളതാണ് ഇവിടെ കിരൺമയും ഒപ്പം തന്നെ കിരൺമയുടെ അമ്മയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. അവർ പോലീസിന് നൽകിയ പ്രാഥമികമായുള്ള മൊഴി. ഷിജുവിന്റെ വീട്ടിൽ വെച്ചാണ് വെട്ടേറ്റത്. തലയ്ക്ക് പിന്നിൽ വെട്ടേറ്റിട്ടുണ്ട്. പക്ഷെ പരിക്കത്ര സാരമുള്ളതല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും അറിയുന്നത്. ഈ കിരൺമയുടെ അമ്മയും ഷിജുവും തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുണ്ട്. ആ സാമ്പത്തിക തർക്കമാണ് ഈ ആക്രമണത്തിലേക്ക് കാരണമെന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ലഭിച്ച വിവരം. പോലീസ് ഇക്കാര്യം അന്വേഷിച്ച് വരികയാണ്. ഷിജുവിന്റെ വീട്ടിൽ വെച്ചാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ ഷിജുവിന്റെ വീട്ടിലേക്ക് കിരൺമയും അമ്മയും എത്തുകയായിരുന്നു. ഷിജുവിന്റെ വീട്ടുകാർ പറയുന്നത് അവിടെ എത്തിയ ഇവർ ഷിജുവിനെ ഹെൽമറ്റ് ഉപയോഗിച്ച് അടിച്ചു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ്. എന്തായാലും ഷിജു വീട്ടിലുണ്ടായിരുന്ന കൊടുവാൾ ഉപയോഗിച്ചാണ് ഇവരെ വെട്ടിയത്. അത് അമ്മയെ വെട്ടാനുള്ള ശ്രമമായിരുന്നു. അമ്മയെ വെട്ടുന്നതിനിടയിൽ അത് തടയാൻ ശ്രമിച്ച മകൾക്ക് വെട്ടേൽക്കുകയായിരുന്നു എന്നുള്ളതാണ് കിരൺമയുടെ അമ്മ പറയുന്നത്. എന്തായാലും രണ്ടുപേരും ഇപ്പോഴും ആശുപത്രിയിലുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇപ്പോൾ തലയ്ക്ക് MRI സ്കാനിംഗ് എടുത്താൽ മാത്രമേ പരിക്ക് എത്രത്തോളം ആഴത്തിലുണ്ട് എന്നുള്ള അറിയാൻ പറ്റുകയുള്ളൂ. എന്നിരുന്നാൽ പോലും പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായിരിക്കുന്നത് അത്ര ഗുരുതരമല്ല പരിക്ക് എന്നുള്ളതാണ്. ഷിജുവിനെ പോലീസിന് ഇതുവരെ കണ്ടെത്താനും ആയിട്ടില്ല.